ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് തേങ്ങാച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും എടുക്കുക. പിന്നെ അതിനൊക്കെ ആവശ്യമായ അരി അളന്നെടുത്തിട്ടുണ്ട്. അരി ഞാൻ ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ്സാണ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 8 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കണം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കുക. ഉലുവ ശരിക്കും പൊട്ടിയതിന് ശേഷം നമ്മളതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ നേരത്തെ എടുത്ത തേങ്ങ ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ ഒരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ അളന്ന ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം. ഇതാ തേങ്ങ ഏകദേശം നല്ല മൂത്ത് വരുന്നുണ്ട്. അന്നേരമാണ് നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതാ ഈ ഗ്ലാസ്സിൽ അളന്ന് കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കപ്പിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഈ കപ്പ് കൊള്ളുക. അപ്പോൾ അളന്ന് കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം തിളച്ച് വരാനാവുമ്പോൾ ഒരു മീഡിയം സൈസിൽ നമുക്കൊരു തള വരുന്നതറിയാലോ. ആ തള വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കണം. അതിലേക്ക് അരിയെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വെള്ളം അരി ഇടുന്നതിന് മുന്നേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ അരി ഇട്ടതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഉപ്പിടുന്നത്. കുഴപ്പമില്ല, നമുക്കൊരളവ് ഉണ്ടാകുമല്ലോ. ആ അളവിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുക്കർ നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ. ഞാൻ അടുപ്പിലാണല്ലോ ഒരുവിധം പാകം ചെയ്യലൊക്കെ അടുപ്പിലാണ്. അതാണ് എനിക്കിഷ്ടം. നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളത് റെഡിയാക്കാം. അതിലേക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് പുതിന, കാന്താരി, വെള്ളക്കാന്താരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാന്താരി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. ഇതെല്ലാം അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ തന്നെ 2 സൈഡും മുരിച്ച് വേവിക്കുക. അങ്ങനെ നമ്മളെ ചിക്കൻ പൊരിച്ചതും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡും ഇട്ട് മുരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടിപ്പിടിക്കുക, ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് ഒട്ടിപ്പിടിക്കുക. അതിനാണ് കോൺഫ്ലവർ ചേർത്തത് കേട്ടോ. കോൺഫ്ലവർ ചേർത്താൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊരുവിധം മൂത്തതിന് ശേഷം അതിലേക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. വെല്ലുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക.
ഏകദേശം നന്നായി അത് ഒരു വഴണ്ട ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായി ഇത് നല്ല പൊടീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കന് വാരിയിടാം കേട്ടോ. ഇനി അത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇതാ ഏകദേശം നമ്മളെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി കുറുകണം. കുറുകിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം.